തിരുവല്ലയിലെ ബലാത്സംഗം ഒരു കൊട്ടേഷൻ ബലാത്സംഗമാണ്. തിരുവല്ലയിലെ സ്പാ സെന്ററിലെ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഗുരുതര ആരോപണവുമായി സ്പാ ഉടമ. സംഭവത്തിനു പിന്നിൽ കൊട്ടേഷനാണെന്നും കൊട്ടേഷൻ നൽകിയത് തിരുവല്ലയിലെ മറ്റൊരു സ്പാ ഉടമയാണെന്നും തന്റെ ബിസിനസ് തകർക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഉടമ പറയുന്നു. കൊട്ടേഷനാണെന്ന് ഗുണ്ടാസംഘം പറഞ്ഞതായി അതിജീവിതയും റിപ്പോർട്ടറിനോട് പറഞ്ഞു. 10 പേരടങ്ങുന്ന സംഘമാണ് സ്പായിലെത്തിയത്. ബലാത്സംഗത്തിന് ശേഷം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്നും സ്പാ ഉടമയാണ് ധൈര്യം നൽകിയതെന്നും യുവതി പറയുന്നു. ആദ്യം നമുക്ക് സ്പാ ഉടമയെ ഒന്ന് കേൾക്കാം. പുറത്തുനിന്ന് നമുക്ക് മെയിൻ സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്തിട്ട് ടോട്ടലി 7 സംഘമാണ് നമ്മുടെ സ്ഥാപനത്തിലൂടെ അകത്ത് കയറിയതിനു ശേഷം നമുക്ക് ഇപ്പം ഡോർ അടച്ചു ഏകദേശം 3:30 കൂടി. അതിനുശേഷം ഒരു 5:30 വരെ ഒരു 2 മണിക്കൂറോളം നമ്മുടെ സ്ഥാപനത്തിൽ അവിടെ ബലാത്സംഗം ചെയ്യുമായിരുന്നു. ഇപ്പം 7 പേരിൽ നമുക്ക് 4 പേരെ അറസ്റ്റ് ചെയ്തു, ബാക്കി 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് കൊട്ടേഷൻ ഉള്ള രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ ഇവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ നേരത്തെ നമ്മളിപ്പോ ഒരു ഗുണ്ടാപ്പരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊന്ന് സംസാരിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ സ്പാ ഇൻഡസ്ട്രിയിൽ വേറെയുള്ള കോമ്പറ്റീവ് കൊടുത്തുള്ള രീതിയിലാണ് എന്റെ ഒരു സംശയം. നമുക്കിപ്പം പ്രവീണുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, ഇപ്പോൾ ഈ സ്പാ ഉടമ പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു കൊട്ടേഷൻ റേപ്പാണ് എന്നാണ്. മറ്റൊരു സഹസ്ഥാപനം അവിടെ തിരുവല്ലയിൽ തന്നെയുള്ള മറ്റൊരു സ്പാ ഉടമയുടെ കൊട്ടേഷനാണ് ഈ മരണസുബിൻ അടക്കമുള്ളവർ ചെയ്തത് എന്നാണോ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി അതിന് ഗൗരവമേറുകയാണ് അല്ലേ പ്രവീൺ? അതെ അരുൺ, ഈ ക്രൂര ബലാത്സംഗത്തിനിരയായ സ്പായിലെ ജീവനക്കാരി അതിൻ്റെ ഉടമയോട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഗുണ്ടാസംഘം ഈ പറയുന്ന സ്പാ സെൻറ്ററിലേക്ക് കയറി ചെന്നതിന് ശേഷം അവർ പറയുന്നുണ്ട് ഇതൊരു കൊട്ടേഷനാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ ബലാത്സംഗത്തിനിരയായ ഈ ജീവനക്കാരി അതിൻ്റെ ഉടമയെ അറിയിച്ചിരിക്കുന്നത്. അവർ 50,000 രൂപ വരെ അവർ ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് ഈ മരണം സുബിൻ അപമര്യാദയായി ഈ ജീവനക്കാരിയോട് പെരുമാറിയത്. ജീവനക്കാരി തന്നെ അതിൻ്റെ ഉടമയെ അറിയിച്ചത് 2 പേർ ചേർന്ന് ആദ്യം തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ്. അത് CCTV ദൃശ്യത്തിലുണ്ട്. ആദ്യം ഈ മരണം സുബിൻ ഈ ജീവനക്കാരിയെ ആ മുറിയിൽ ഒരു ഭാഗത്തേക്ക് വലിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം അവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ട്. ഈ സമയം മരണം സുബിൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഗുണ്ടാ സംഘത്തിലെ ഒരാളെ കൂടി തന്നോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ജീവനക്കാരിയെയും കൊണ്ട് മറ്റൊരു മുറിയിലേക്ക് ഈ മരണം സുബിൻ പോയത്. ഈ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ജീവനക്കാരി അതിൻ്റെ ഉടമയെ അറിയിച്ചിട്ടുണ്ട്. ക്രൂരമായിട്ടുള്ള പീഡനം തന്നെയാണ് അവിടെ നടന്നത്. ഏകദേശം 35 മിനിറ്റിലധികം ഈ മരണം സുബിൻ ആ മുറിയിൽ അവരെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് ഈ ജീവനക്കാരി അതിൻ്റെ ഉടമയെ അറിയിച്ചിരിക്കുന്നത്. അവർ അത് കരഞ്ഞു പറഞ്ഞു, തങ്ങളെ ഒരു സഹോദരിയെ പോലെ കണ്ടുകൂടെ എന്നൊക്കെ ആ ജീവനക്കാരി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഈ ജീവനക്കാരി തന്നെ പറയുന്നത് അവർ എന്തോ ലഹരി ഉപയോഗിച്ചിരുന്നു. അതായത് ഈ ഗുണ്ടാ സംഘം അവിടെ എത്തിയത് ഏതോ ലഹരി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ അത് മദ്യമല്ല, മറ്റെന്തോ ലഹരിയാണ് എന്നാണ് ഈ ജീവനക്കാരി തന്നെ പറയുന്നത്. അതിനുശേഷമാണ് അതിജീവിതയുടെ പ്രതികരണം കൂടി ഒന്ന് കേട്ടുവരാം. ഞെട്ടിക്കുന്നതാണ്. ഒന്ന് കൊട്ടേഷൻ ഇങ്ങനെ ഗുണ്ടാപ്പിരിവ് നടത്തി രാഹുൽ എന്ന് പറയുന്ന ഒരാള് വന്നിട്ടുണ്ട് ഇവിടെ, പൈസ കൊടുത്ത് കണ്ടിട്ടുണ്ട്. ഈ മരണം സുബിൻ എന്ന് പറഞ്ഞ ആള് അവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മളുടെ അടുത്ത് ആദ്യമായിട്ടാണ് വരുന്നതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവര് വന്ന് ആദ്യം എന്താണ് ആ ടേബിളിൽ ഇരുന്ന് അവരെന്താണ് സംസാരിച്ചത്? കസേരയിൽ ഇരുന്നിട്ട് അവര് പറയുന്നത് പൈസ എടുത്ത് ഞങ്ങൾക്ക് പൈസ മതി, കൊട്ടേഷൻ ആയിട്ടാ വന്നേന്ന് ആദ്യം അവൻ പറയുന്നുണ്ട്. കൊട്ടേഷൻ കിട്ടിയിട്ടാ വന്നേന്ന് പറയുന്നുണ്ട് ഈ മരണം സുബിൻ. കൊട്ടേഷൻ കിട്ടിയിട്ടാ വന്നേന്ന് പറയുന്നത്. അവര് പൈസ ഞങ്ങളോട് ചോദിച്ചോണ്ടിരിക്കുക. സ്റ്റാഫുകള് ഒന്നല്ലേ 30,000 കൊടുക്കണം, അല്ലെ 50,000 രൂപ തരണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സാറ് 3 ലക്ഷം രൂപ തന്നാല് ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ. പക്ഷെ എന്നാൽ സാറിനെ വിളിക്കുന്ന പറഞ്ഞിട്ട് അവന്മാര് ആ സമയത്ത് സാറിനെ വിളിക്കുന്നില്ല. സാറിനെ പിന്നെ വിളിക്കാം, ഞങ്ങളെ അതുപോലെ ഉപദ്രവിക്കുന്ന കൊണ്ടായിരിക്കാം സാറിനെ വിളിക്കണ്ടെന്ന് പറഞ്ഞത്. ലാസ്റ്റ് 5:30 ആയപ്പോഴാണ് സാറിനെ വിളിച്ചത് തന്നെ. അവര് സാർ എടുക്കാതെ വന്നപ്പോ അവര് പിന്നെ 5:45 പോയി. അതായത് ഉടമയുടെ അടുത്ത് 3 ലക്ഷം രൂപ വേണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു. ഞങ്ങൾ 50,000 രൂപയും സാറിനെ കൊണ്ട് 3 ലക്ഷം രൂപയും ഞങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ട് സാറിനെ കൊണ്ട് ഇരിപ്പിക്കണം, അല്ലെങ്കിൽ ഈ എടുത്തിരിക്കുന്ന വീഡിയോ മുഴുവൻ ലൈവായിട്ട് പോകുന്നത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു. ഭീഷണിപ്പെടുത്ത മുഴുവൻ എന്നെയായിരുന്നു. അതായത് ഇവര് മുറിക്കകത്തേക്ക് കടന്നു വരുന്ന ടേബിളിൽ കസേരയിൽ അവിടെ ഇരിക്കുന്നുണ്ട് ഒരാള്. അതിനുശേഷം ആ മുറിക്കകത്ത് വെച്ച് അപമര്യാദയായിട്ട് പെരുമാറുന്നുണ്ട്. പിന്നെ വേറെ മുറിയിലേക്ക് അയാൾ ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുകയായിരുന്നു. വേറെ മുറിയിലേക്ക് വലിച്ചുകൊണ്ട് പോവായിരുന്നു. അവിടെ നിന്ന് ഞാൻ
കയറി വരുന്ന ആ റൂമിൽ തന്നെ നിൽക്കുമായിരുന്നു. അവിടെ നിന്നോണ്ട് ഞാൻ ആദ്യം ചെന്നപ്പോഴാണ് അവൻ എന്നെ ഭിത്തിയിലോട്ട് ചേർത്ത് നിർത്തി. ഇവൻ ഭയങ്കരമായിട്ട് ഉമ്മയും ചുണ്ടിലും കടിയും ഉമ്മയും തന്നിട്ട് വേറെ അവന്റെ തന്നെ ഒരു ഗുണ്ടേനെയും കൂടെ അടുപ്പിച്ച് നിർത്തി രണ്ടുപേരും കൂടെ ചേർന്ന എന്നെ ഉമ്മ വെച്ചതും ഒക്കെ മൊത്തം മുഖം മുഴുവൻ ഉമ്മ വെച്ചു രണ്ടുപേരും കൂടെ. അതിനുശേഷമാണ് ദൃശ്യത്തിൽ ഇല്ലാത്ത, അതായത് മറ്റൊരു മുറിയിലേക്ക് ഇവർ കൊണ്ടുപോയത്. അതിനുശേഷമാണ് നമ്മള് എന്നെ മുറിയിലേക്ക് കൊണ്ടുപോയപ്പോ ഞാൻ ഭിത്തിയിൽ തള്ളി ബാക്കിലേക്ക് തള്ളുന്ന രീതിയിൽ ഭിത്തിയെ പിടിച്ച് ഞാൻ ഇങ്ങനെ നിന്നു. അപ്പൊ അതിന് ഉപ്പാടി ഇങ്ങനെ ഉപദ്രവിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങളെ ഒരു കുഞ്ഞു പെങ്ങളായിട്ട് നിങ്ങൾക്ക് കണ്ടുകൂടെയാന്ന് ചോദിച്ചപ്പോ എടുക്കെ എന്റെ മുഖം നോക്കി അവൻ നല്ല എന്റെ കണ്ണിൽ കൂടെ എന്തോ ഒരു നീല കളർ പറന്നു പോകുന്ന രീതിയിൽ അടിച്ചു. എന്നെ മരണസുബിൻ അടിച്ചാൽ എനിക്ക് ചെവിക്കാത്ത നീർക്കട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. കത്തി ഉണ്ടായിരുന്നു. എന്റെ വലത്തെ സൈഡിലെ ഇടത്തെ സൈഡിലെ ഷോളറായിട്ട് ഭയങ്കരമായിട്ട് അടിച്ചു. ഇങ്ങോട്ട് വരാനുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പെട്ടെന്ന് എന്റെ പിറ്റേന്ന് എന്റെ ഈ കൈയുടെ ഒരത്തിന് വന്നപ്പോ ഞാൻ പിടുത്തമില്ലാതെ നിൽക്കണ ഇവൻ എന്റെ പുറകിൽ വന്ന് ഈ മുട്ടുകൈ വെച്ച് ഒറ്റ ഇടി തന്നു. എന്നാലും ഞാൻ ആ ഇടിയുടെ ശക്തിയിൽ ഞാൻ ഈ റൂമിലേക്ക് വീണില്ല, ഇങ്ങനെ വീഴാന്നുള്ള രീതിയിൽ അങ്ങ് ചെന്നു. എന്നാൽ അവൻ പെട്ടെന്ന് അകത്ത് കയറിയിട്ട് അവൻ ഡോറ് കുറ്റിയിട്ട് അവൻ തന്നെ കുറ്റിയിട്ട് എന്നെ അവിടെ ഒരു സ്പാബെഡും ഒരു ഇരുമ്പ് കട്ടിലും ആണ്. അതിന്റെ ഈ കട്ടിലേ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇരിക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ ഒത്തിരി അലറി കരഞ്ഞു. നാട്ടുകാർ മുഴുവൻ കേട്ട് കരഞ്ഞിട്ട് ഒരു മനുഷ്യൻ അവിടെ നിന്ന് സഹായിക്കാനായി ഈ പോക്കറ്റിൽ നിന്ന് കത്തി എടുത്തിട്ട് എന്റെ തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ വരഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ എന്തായാലും ഞാൻ മരിക്കാൻ പോവാ. മരണം കൺമുന്നിൽ കണ്ടു. അത്രയ്ക്കും ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ വരച്ചപ്പോ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. കഴുത്തിൽ ഇങ്ങനെ വരച്ചിട്ട് തൊണ്ടക്കുഴിയിൽ ഇനി അറ്റത്ത് വന്ന് കുത്തി പിടിച്ച് നിർത്തി. അപ്പൊ അവൻ ചെയ്യാത്ത ഉപദ്രവങ്ങൾ ഇനി ഒന്നുമില്ല. നല്ല ശരിക്കും തല്ലി, മുഖത്തിട്ട് തല്ലി, മുടിയെ പിടിച്ച് കറക്കി. വളരെ ക്രൂരമായിട്ടാണ് ബലാത്സംഗം ചെയ്തത് എന്നാണ് അതിജീവിത ഇപ്പോൾ റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ ഞെട്ടിക്കുന്ന വിവരമാണ്. അതൊരു കൊട്ടേഷൻ റേപ്പാണ് എന്ന് സ്പാ ഉടമ പറയുന്നു. അത് തന്നെ അതിജീവിതയും ശരിവയ്ക്കുന്നുണ്ട് അല്ലേ? അരുൺ, ഈ അതിജീവിതയുമായി നാം സംസാരിച്ചിരുന്നു. മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, ഈ ഗുണ്ടാ സംഘത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത് ഈ പറയുന്ന സ്പായിൽ ഒരു അനാശാസ്യം നടക്കുന്നു, അത് ആ ജീവനക്കാരിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക, ആ വീഡിയോ ചിത്രീകരിക്കുക, അതിനുശേഷം ആ വീഡിയോ ഇതിൻ്റെ ഉടമയ്ക്ക് അയച്ച് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അത്തരത്തിലുള്ളൊരു വീഡിയോ തങ്ങളുടെ കൈവശമുണ്ട്, അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഉടമയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമം ഈ ഗുണ്ടാ സംഘം നടത്തി, അല്ലെങ്കിൽ അതിനുള്ളൊരു പ്ലാൻ ആയിരുന്നുവെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ആ അതിജീവിത തന്നെ പറയുന്നുണ്ട്, സ്പായിലെ ജീവനക്കാരി തന്നെ പറയുന്നുണ്ട്. ഈ മരണം സുബിൻ എന്ന് പറയുന്ന ആൾ തന്നെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി. അതിനുശേഷമാണ് ക്രൂരമായ ബലാത്സംഗം ആ മുറിയിൽ നടന്നത്. ശേഷം മൊബൈൽ ഫോണിൽ ഒരു കാര്യം കൂടി ചിത്രീകരിച്ചു. അതായത് പറയേണ്ട ഡയലോഗുകൾ മരണം സുബിൻ ഈ അതിജീവിതയോട് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഇവിടെ അനാശാസ്യമാണ് നടക്കുന്നത്, ഞങ്ങളെ പോലെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് അനാശാസ്യം നടക്കുന്നു എന്ന് പറയണം എന്നാണ് ഈ മരണം സുബിൻ പറഞ്ഞത്. ആ ജീവനക്കാരി ഭയന്നുകൊണ്ട് അത്രയും കാര്യങ്ങൾ പറഞ്ഞു. അത് അതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഈ മരണം സുബിൻ്റെ പക്കലുണ്ട്. ഒരു പക്ഷേ ആ വീഡിയോ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഉടമയിൽ നിന്നും ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള ഒരു ലക്ഷ്യം ഇവർക്ക് ഉണ്ടായിരിക്കാം. ഏതായാലും ഈ ജീവനക്കാരി പറയുന്നത് താൻ ക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന് ഇരയായി. അതിനുശേഷം ഈ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരെ ഈ അതിജീവിത ഈ ജീവനക്കാരി പോയിരുന്നു. പക്ഷേ ഉടമ ഇതിൻ്റെ വിവരങ്ങൾ അറിയുകയും അവർക്ക് ധൈര്യം കൊടുക്കുകയും ചെയ്തു. നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകാമെന്ന് ഉടമ തന്നെ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് അവർ ഈ പോലീസിൽ ഇക്കാര്യം വിശദമായിട്ടുള്ള മൊഴി കൊടുക്കുകയും ചെയ്തത്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മൊഴി ഈ അതിജീവിത തിരുവല്ല പോലീസിന് നൽകിയിട്ടുണ്ട്. ഏതായാലും പ്ലാൻ ചെയ്ത ഒരു പരിപാടി, അല്ലെങ്കിൽ ഒരു ആക്രമണം എന്ന് തന്നെ പറയാം. 10 പേരടങ്ങുന്ന സംഘമാണ് അവിടേക്ക് എത്തിയത്. പക്ഷേ ആ മുറിയിലേക്ക് കയറിയത് 6 പേരാണ്. മരണം സുബിൻ ഉൾപ്പെടെ 6 പേരാണ് കയറിയത്. ഇതിനിടെ അതിജീവിത പറയുന്നുണ്ട് 4 or 5 പേർ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു വാഹനത്തിൽ നിന്നും വടിവാൾ എടുത്തു കൊണ്ടുപോകാമെന്ന്. അങ്ങനെ 5 പേർ ആ ഭാഗത്തു നിന്നും മറ്റൊരു വാഹനം ലക്ഷ്യമാക്കി പോകുന്നത് കണ്ടു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ പ്രതികൾ ഇക്കാര്യത്തിലുണ്ട്. അപ്പോൾ പോലീസിൻ്റെ കണക്ക് പ്രകാരം 6 പ്രതികളാണ്. FIR-ൽ 6 പ്രതികളെയാണ് ചേർത്തിരിക്കുന്നത്. അതിൽ 2 പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ അതിജീവിതയുടെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 6 അല്ല, അതിൽ കൂടുതൽ ആളുകൾ ഈ സംഘത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും പണം തട്ടാനുള്ള ഒരു ശ്രമം, അതിൻ്റെ ഭാഗമായി ക്രൂരമായ
ബലാത്സംഗം. ഏതായാലും തിരുവല്ല പോലീസ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തിരുവല്ല ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു വസ്തുത, 2 പ്രതികൾ മാത്രമാണ് ഇപ്പോൾ ജയിലറയ്ക്കുള്ളിൽ ആയിരിക്കുന്നത്. മറ്റ് പ്രതികൾ ഇപ്പോഴും പുറത്താണ്. കാപ്പ കേസ് പ്രതിയാണ് ഈ മരണം സുബിൻ എന്ന് വിളിക്കുന്നത്. 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അത് കൊലപാതക ശ്രമക്കേസ്, അടിപിടി കേസ് ഉൾപ്പെടെ പിടിച്ചുപറി ഉൾപ്പെടെ 11ഓളം ക്രിമിനൽ കേസിൽ പ്രതിയാണ് ഈ മരണം സുബിൻ എന്നുള്ളത്. ആ മരണം സുബിനാണ് ഈ ജീവനക്കാരിയെ ക്രൂരമായ വിധത്തിൽ ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. അരുൺ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് തിരുവല്ലയിൽ നിന്നും. അതൊരു കേവലം ബലാത്സംഗ ശ്രമം മാത്രമല്ല, അതിന് പിന്നിലുള്ളത് ഒരു കൊട്ടേഷൻ റേപ്പാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം.